ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് റാഗിപ്പൊടി വെച്ചിട്ടൊരു അപ്പമാണ്. അപ്പം എന്നാ ഉണ്ണിയപ്പം എന്നാ നമുക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. എന്തായാലും ഹെൽത്തി ആയ ഒരു അപ്പമാണ്. ഞാൻ എന്തായാലും ഇതിന് കഞ്ഞിപ്പുല്ലിൻ്റെ ഉണ്ണിയപ്പം എന്ന് പറഞ്ഞ് ഞങ്ങൾക്കിത് കഞ്ഞിപ്പുല്ലാണ്. റാഗി എന്ന് പറയും, ഇവിടെ കോറ എന്ന് പറയും, ചിലർ കഞ്ഞിപ്പുല്ല് എന്ന് പറയും. അപ്പോൾ എനിക്കിത് കഞ്ഞിപ്പുല്ലിൻ്റെ ഉണ്ണിയപ്പമാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തത് നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത പഴമായിരുന്നു. അപ്പോൾ നേന്ത്രപ്പഴം എടുത്ത്, ചെറുപ്പഴം എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് നേന്ത്രപ്പഴം എടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുപ്പഴം ഉണ്ടെങ്കിൽ അതെടുത്തോ, അല്ലെങ്കിൽ നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്ത്, ഒരു പഴം എടുത്തിട്ടുള്ളൂ, കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക, പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമുക്കത് അടിച്ചെടുക്കാം. ഏലക്കായ ഇടാൻ മറന്നു, അപ്പോൾ 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി അരച്ചിട്ട് വരാം. നിങ്ങൾ കൂടുതൽ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പഴം എടുത്തോളൂ. എനിക്കിതിപ്പോൾ ആവശ്യത്തിനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുക ചെയ്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിയാക്കിയിട്ട് എടുക്കുക, ശർക്കര പാവാക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ അത് ചീവെടുക്കുക ചെയ്തത്. ഒരു ശർക്കര ഉള്ളൂ. അപ്പോൾ ഇതിൽ കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കരയായിരുന്നു. അത് കാരണമാണ് ഇപ്പോൾ ഞാൻ ശർക്കര പാനിയാക്കാതെ ഇങ്ങനെ തന്നെ എടുത്ത്. നിങ്ങളത് നോക്കിയിട്ട് എടുത്താൽ മതി. നമ്മൾ നേന്ത്രപ്പഴം നല്ല മധുരമുള്ള പഴമല്ലേ, അപ്പോൾ ഇനി അതിനനുസരിച്ചിട്ടുള്ള മധുരം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ശർക്കരയുടെ എണ്ണം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള മധുരമെല്ലാം ഇടുക. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ, മധുരം കൂടുതലും കുറവുള്ളതൊക്കെ. അപ്പോൾ ഞാനൊരു ശർക്കരയുടെ 3/4 ഭാഗം എടുത്തോളം, മുഴുവനായിട്ട് എടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള റാഗിപ്പൊടി എടുക്കണം, മെയിൻ അതാണല്ലോ. അപ്പോൾ റാഗിപ്പൊടി നമുക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ, ഞാൻ കുറച്ചെല്ലാം ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് ഒരു അരമുറിയുടെ പകുതി നാളികേരമാണ് എടുത്തേക്കുന്നത്. ചിരവിയിട്ട് നമുക്കത് കൊത്തൊക്കെ ആക്കിയിട്ട് നെയ്യിലൊക്കെ വറുത്തിട്ടിടാം. ഇവിടെ നെയ്യ് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ നെയ്യ് കൂട്ടാത്തത്. നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് കൂട്ടാട്ടോ. ഇനി ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇട്ടേക്കുന്നത് റാഗിപ്പൊടി, പിന്നെ നാളികേരം, ശർക്കര, അത് മാത്രമല്ല ഇട്ടിട്ടുള്ളൂ. നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം, ഒരു നുള്ളു മതിയിട്ടാണ്. ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. അപ്പോൾ ഇനി അതൊന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴം അല്ലെങ്കിൽ നമ്മളേക്ക് ഏതെങ്കിലും നട്ട്സോ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാം, അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കണുള്ളൂ. ഇത് കുറച്ച് നേരം നമ്മൾ അടിച്ച് വെച്ച ആ പഴത്തിൻ്റെ കൂട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാനത് ആ സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടി ഇതാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്ന സാധനമല്ലേ, അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് വെക്കണമെങ്കിൽ നല്ലതല്ലേ, ഉള്ളത് മുഴുവൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇതുകൊണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇതന്നെ മതി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒന്ന് ഇളക്കിയാലാണ് നമുക്ക് അറിയുള്ളൂ. എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തതിന് ശേഷം ഇനി വെള്ളം വേണമെങ്കിൽ അപ്പോൾ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിലേക്കൊരു സാധനം ഇടാൻ മറന്നു, നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണതല്ലേ, കുറച്ച് നേരം വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നുള്ള അപ്പ സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ അപ്പ സോഡ ഉള്ളത്, അപ്പോൾ ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടിട്ട് നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളത്തിൻ്റെ കുറവുണ്ടല്ലോ, നല്ല കട്ടിയിലല്ലേ ഇരിക്കുന്നത്. നമ്മൾ ഉണ്ണിയപ്പെല്ലാം ഉണ്ടാക്കണം, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലൂസ് വേണമല്ലോ മാവിന്. നല്ല ലൂസാവരുത്, എന്നാൽ നല്ല കട്ടിയാവരുത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അത് ശരിയായിട്ടുണ്ട്, നോക്കിയേ. ഇനി എല്ലാം കൂടി ഇളക്കിയിട്ട് നമുക്ക് നോക്കി വെക്കാം. ഇപ്പോൾ ഒരുവിധം അതായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോൾ ഒന്ന് കട്ടിയായിട്ട് വരും. കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒന്നും കൂടി അത് കട്ടിയായിട്ട് വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ. അപ്പോൾ ഇതായിട്ടുണ്ട്, നോക്കി നോക്കിയേ, കണ്ടപ്പോൾ നമ്മളൊരു ഇഡ്ഡലി മാവിനെയും കാട്ടിയും കുറച്ച് ലൂസാണെന്നാൽ ദോശമാവിൻ്റെ പോലെയല്ല. അങ്ങനെയായിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതിവിടെ കുറേ നേരം വെക്കാനൊന്നല്ല കേട്ടോ അടച്ച് വെച്ചത്. നമ്മളവിടെ ഉണ്ണിപ്പച്ചട്ടി ചൂടാക്കാൻ പോവല്ലേ, അപ്പോൾ അത് മൂടി വെച്ചിട്ട് പോയതാണ്. അപ്പോഴാണ് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നമുക്ക് ഏത് നട്ട്സോ ഫ്രൂട്ട്സോ എന്താ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടാ, മറ്റേത് ഇടരുത്. അതെന്താ നമ്മളെ കയ്യിലുള്ളത് അതിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അത് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിപ്പച്ചട്ടി ചൂടാക്കാൻ വെക്കാം. ഈ ഒരു ഉണ്ണിപ്പച്ചട്ടിക്ക് 20 വർഷത്തിൻ്റെ മീതെ പഴക്കമുണ്ട്. എന്നാലും ഒരു കേടുമില്ല കേട്ടോ. നോൺ സ്റ്റിക്കിനെയും കാട്ടി നല്ലതാണ്, വേഗം എടുക്കാനും പറ്റും. അതാണ് എൻ്റെ ഉമ്മ പറയണ പോലെ, ഉമ്മമാർ സൂക്ഷിക്കണ പോലെ ഇരിക്കും എന്ന് പറയുന്നത്. ഉമ്മ പണ്ട് മേടിച്ചതാണ്, അപ്പോൾ അതിനിപ്പോൾ ഒരു കേടുമില്ല. എന്നാൽ ഒരു വർഷം മുന്നേ മേടിച്ച പാത്രങ്ങളൊക്കെ ഇപ്പോഴും നാശമായി. ഉമ്മ പറയാം, ഞാൻ സൂക്ഷിക്കണ പോലെ സൂക്ഷിക്കാത്തതുകൊണ്ടാന്നൊക്കെ. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ ചൂടായി. ഇനി അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ ഉണ്ണിയപ്പം മുങ്ങണ പോലെ അത്ര ഒന്നും ഒഴിച്ച് കൊടുക്കണ്ട. ഇതിപ്പോൾ ഇന്നൊന്ന് നമുക്ക് ഇളക്കിയെടുക്കാവുന്ന ആ ഒരു പരുവത്തിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിലേക്ക് ഒരേ കയ്യിൽ വീതം ഒഴിച്ച് കൊടുക്കുക.
നന്നായി നിറയ്ക്കേണ്ട. നമ്മൾ മറ്റേ അപ്പം സോഡ ഇട്ടിട്ടുണ്ടല്ലോ, കാരണം നന്നായി ഒന്ന് പൊള്ളച്ച് വരുമല്ലോ. അപ്പോൾ ഒരു മുക്കാൽ ഭാഗമായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പം കണ്ടില്ല ഓരോ ഭാഗം ഇങ്ങനെ പൊന്തി വരുന്ന കാണാമല്ലേ. അപ്പം നമ്മൾ അപ്പം സോഡ ഇട്ടതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ അപ്പം സോഡ ആവശ്യമില്ല. അപ്പം ഇനി സിമ്മിൽ വെക്കണം. നന്നായി ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ അത് ഉള്ളിൽ വേവില്ല, കരിഞ്ഞ് പോവുകയും ചെയ്യും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉണ്ണിയപ്പമായിട്ട് കിട്ടും. ഭയങ്കര ടേസ്റ്റിയാണ്, ഹെൽത്തി ആണല്ലോ, മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ ഷുഗർ ഉള്ളവർക്കും കൊടുക്കുക. കുറച്ച് നേന്ത്രപ്പഴത്തിൻ്റെ ഒരു ഇതെല്ലാം ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നും അവർക്ക് ഇതുള്ളതൊന്നുമില്ലല്ലോ. അപ്പോൾ കുറച്ചൊക്കെ കൊടുക്കാം, 1-2 ഒക്കെ കൊടുക്കാം, കൂടുതലായിട്ട് കൊടുക്കണ്ടെന്നുള്ളൂ. ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പിടിക്കണ പോലെ ഉണ്ടാവും കേട്ടോ, ഒന്നും കാര്യമാക്കണ്ട. അതൊക്കെ വെന്ത് വരുമ്പോൾ ശരിയായിക്കോളും. അത് കുറച്ച് വെളിച്ചെണ്ണയല്ലേ ഒഴിക്കണുള്ളൂ. നമ്മൾ ഹെൽത്തിയാന്ന് പറഞ്ഞിട്ട് കുറേ വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചിട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് നെയ്യ് ഒഴിക്കേണ്ടവർക്ക് നെയ്യ് ഒഴിക്കുക കേട്ടോ. ഇവിടെ നെയ്യ് ആർക്കും ഇഷ്ടമല്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല അതിൻ്റെ മണം കേൾക്കണതില്ലേ. അതിൻ്റെ മണം എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക. നമ്മൾ മറിച്ചിട്ട ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി, കൂടുതലൊന്നും ഒഴിക്കേണ്ട. അപ്പോൾ ഇതവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാൻ കണ്ട സുഖമായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട്. അല്ല നമ്മൾ അതിൽ പിടിച്ചിട്ടൊന്നുമില്ല, കാണാനല്ലേ. റാഗിപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് എല്ലാവർക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കിയ ഇഷ്ടമാവട്ടെ. എനിക്കൊക്കെ നല്ല ഇഷ്ടമായി, എനിക്കും ഉമ്മാക്കൊക്കെ ഇഷ്ടമായി, ഇവിടെ മോനിക്കും ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഉണ്ടാക്കി നോക്കിയൊക്കെ. റാഗി വെച്ചിട്ട് നമ്മൾ അട ഉണ്ടാക്കാറുണ്ട്, പിന്നെ കിണ്ണത്തപ്പം ഉണ്ടാക്കാറുണ്ട്, അങ്ങനെ സ്മൂത്തി, അങ്ങനെ പലതും നമ്മൾ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതൊന്നും ഉണ്ടാക്കി നോക്കി നോക്കൂ. ഇതിൽ തേങ്ങ നിങ്ങൾക്ക് കുറയ്ക്കുക, കൂട്ടുക, അങ്ങനെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കിയിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി നോക്കും. മക്കൾക്ക് നമ്മൾ ഈ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കണേക്കാട്ടി നല്ലതാണല്ലോ. സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും മധുരമുള്ള കാരണം അവർക്ക് കഴിക്കാനും ഇഷ്ടമാവും. അപ്പോൾ അതൊന്ന് എല്ലാവരും പറ്റുമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കും. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ മറ്റേ റാഗിയുടെ തന്നെ സ്മൂത്തിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് പറ്റണവരാണെങ്കിൽ ഒന്ന് കയറിപ്പോയി കണ്ടു നോക്കുക. ഫുള്ളായിട്ട് കാണണം കേട്ടോ, പകുതി വെച്ചിട്ട് മതിയാക്കി പോരരുത്, ഫുള്ളായിട്ട് തന്നെ കാണണേ. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവും കൂടി നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 പ്രാവശ്യം ഉണ്ടാക്കാനുള്ളതിനുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ എന്ന്. നമ്മൾ കുറേ ബാക്കിയിട്ട് കളയാനും നല്ലതല്ലേ, നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ വീണ്ടും ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, ഫസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാമല്ലോ, ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് വേഗം ഉണ്ടാക്കാം, പണിയുടെ ലാഭമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അത് നോക്കി, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണത് എന്താ അതാ ഉണ്ടാക്കുള്ളൂ. കൂടുതൽ നേരം നിന്നിട്ടുണ്ടാക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ എന്താ അതാണ് ഞാൻ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റാഗിപ്പൊടി കയ്യിലിരിക്കുന്നവരൊക്കെ വേഗം പോയിട്ട് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റിൽ പറയുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമൻറ്റിൽ പറയണം കേട്ടോ, അപ്പോഴാണ് എനിക്കിനി മാറ്റിയിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.